കർത്താവിന് മഹത്വം. ഏവർക്കും വന്ദനങ്ങൾ. നമ്മുടെ ചിന്ത തുടരുകയാണ്. കഴിഞ്ഞ ദിവസം നാം പഠിച്ചത് ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്നു. അപ്പോൾ തന്നെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. അതിനോട് ചേർന്ന് യഹോവയാൽ കഴിയാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ള വിഷയങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞു. ഇന്ന് വീണ്ടും ഈ ആത്മീയ ചിന്തകളിൽ മറ്റൊരു ഭാഗം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 18:27 അവിടെ ഇപ്രകാരം കാണുന്നു: മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു. ലൂക്കോസ് 18:27 ചിന്ത ഒരു യൗവനക്കാരനായ വ്യക്തി നിത്യജീവനെ അവകാശമാക്കുവാൻ എന്ത് ചെയ്യണമെന്ന് യേശുവിനോട് ആരായുന്നു. ഈ ചെറുപ്പക്കാരൻ യുവാവാണ്, അപ്പോൾ തന്നെ ധനവാനാണ്, അപ്പോൾ തന്നെ സമൂഹത്തിൽ പ്രമാണി എന്നുള്ള ഒരു സ്ഥാനവുമുണ്ട്. ഇവിടെ ഈ മനുഷ്യനെ കുറിച്ച് കാണുമ്പോൾ ന്യായപ്രമാണം വള്ളിപുള്ളി വിസർഗം തെറ്റാതെ പാലിക്കുന്നവനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ജീവനിൽ കടക്കേണ്ടതിന് അവന്റെ പ്രതിബന്ധം അവന്റെ ധനവും ഏറിയ സമ്പത്തുകളുമാണെന്ന് യേശു കണ്ടിട്ട് നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്ന് ആജ്ഞാപിച്ചു. വളരെ ധനികനായ ഈ പ്രമാണി അല്ലെങ്കിൽ യുവാവ് ദുഃഖിച്ച് തന്റെ വഴിക്ക് പോയി. ഇത് കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ജനം ആശ്ചര്യപ്പെട്ടു. എന്നാൽ ആർക്ക് രക്ഷിക്കപ്പെടുവാൻ കഴിയും? വാക്യം 27. ഈ വലിയ ചോദ്യത്തിന് യേശു കൊടുത്ത മറുപടിയാണ്: മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകും. ആ യൗവനക്കാരൻ ചെറുപ്പക്കാരൻ വലിയ സമ്പത്തുള്ളവനാകിയാൽ അവൻ ചിന്തിച്ചു, എന്റെ സമ്പത്തെല്ലാം ദരിദ്രർക്ക് ഞാൻ ദാനം കൊടുത്താൽ ഏറ്റവും അവസാനം ഞാനും ഒരു ദരിദ്രനായി തീരും. അതുകൊണ്ട് അവൻ ഉണ്ടെന്ന് പറയുന്ന സമ്പത്തിൽ ജീവിക്കുവാൻ അവൻ തിരിച്ചുപോയി. അവന് ദൈവരാജ്യം കിട്ടിയില്ല, നിത്യജീവൻ അവകാശമാക്കാൻ കഴിഞ്ഞില്ല, യേശു കർത്താവിനെ ഒരു ശിഷ്യനായ ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ കഴിഞ്ഞില്ല. അവൻ തന്റെ സമ്പത്തിലേക്ക് പോയി അവന്റെ ജീവിതം തകർത്തു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ഭൂമിയിലെ ഒരു സമ്പത്തും നിങ്ങൾക്ക് നിത്യജീവനെ പ്രദാനം ചെയ്യുവാൻ വരുവാനുള്ള ലോകത്തിലേക്ക് അല്ലെങ്കിൽ ഇളകാത്ത അടിസ്ഥാനം ഉള്ള ഭാവി ലോകത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുവാൻ നിങ്ങളുടെ ഭൗതിക സമ്പാദ്യങ്ങൾക്ക് കഴിയത്തില്ല. ഒരുവന് വസ്തുവക എത്ര ഉണ്ടെങ്കിലും അവന് ജീവൻ ആധാരമായിരിക്കുന്നത് ഭൗതിക സമൃദ്ധിയല്ല. ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും ഏറ്റവും വിലയുള്ളത് പ്രാധാന്യമുള്ളത് അവന്റെ ആത്മാവാണ്. ആത്മാവിനെ രക്ഷിക്കുവാൻ കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആത്മരക്ഷ ഒരു മനുഷ്യനാലും സാധ്യമല്ല. സ്വയപ്രജ്ഞത്താൽ രക്ഷിക്കപ്പെടുവാൻ ശ്രമിക്കുന്ന മനുഷ്യന് നേരെയുള്ള ദൈവിക പ്രഖ്യാപനമാണിത്. മനുഷ്യനെ രക്ഷിക്കേണ്ടത് ദൈവമാണ്. മനുഷ്യനെ പുതുസൃഷ്ടിയാക്കുന്ന വീണ്ടും ജനനം എന്ന പ്രക്രിയ ദൈവത്തിന് മാത്രം സാധ്യമാകുന്നതാണ്. പരിശുദ്ധാത്മാവിനാലും അത്യുന്നതന്റെ ശക്തിയാലും വിശുദ്ധ പ്രജയായ ദൈവപുത്രൻ മറിയയിൽ ജനിച്ചതുപോലെ ആത്മാവിനാൽ ദൈവത്താൽ മാത്രമേ ഒരുവനിൽ വീണ്ടും ജനനം സാധ്യമാകൂ. ദൈവത്തിന് പറയുന്നു, മനുഷ്യനെ വീണ്ടെടുക്കുവാനോ അവന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാനോ ദൈവത്തിനെ കഴിയും. അതുകൊണ്ട് തിരുവെഴുത്തുകൾ പറയുന്നത്, നിങ്ങൾ വീണ്ടെടുത്തത് പൊന്ന് വെള്ളി എന്ന് അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ അല്ല, നിർദോഷവും നിഷ്കളങ്കമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തമാണ്. ക്രിസ്തുവാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ. യോബ് പഴയ നിയമത്തിൽ നിന്ന് ഇപ്രകാരം പുതിയ നിയമ കാലത്ത് വെളിപ്പെട്ടു വരാനുള്ള ദൈവിക പദ്ധതിയെ ആത്മാവിൽ അല്ലെങ്കിൽ പ്രവചിച്ചു പറഞ്ഞു: എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. വീണ്ടെടുപ്പുകാരൻ സകലത്തെ വീണ്ടെടുക്കുവാൻ കർത്താവിന് കഴിയും. അതുകൊണ്ട് നശ്വരമായ ലോകത്തിലേക്കുള്ള നിക്ഷേപങ്ങളും താൽക്കാലികമായി അല്ലെങ്കിൽ ക്ഷണികമായി നിങ്ങൾക്ക് സന്തോഷവും സുഖങ്ങളും നൽകുന്ന ഈ ലോകത്തിന്റെ സമ്പാദ്യങ്ങളും ഒരിക്കലും ആത്മലോകത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്ക്, നിത്യത്തിലേക്ക് നിങ്ങൾ എത്തിക്കുകയില്ല. പ്രിയരെ, ആത്മരക്ഷ എന്നുള്ളത് അത് കൃപയാണ്, കൃപയിൽ കൂടിയാണ്, കർത്താവിന്റെ സ്നേഹമാണ്. കർത്താവ് നിങ്ങളിൽ പ്രവർത്തിക്കുന്നതാണ്. അത് നിങ്ങളുടെ സ്വയപ്രയത്നമല്ല. കർത്താവിന്റെ ആത്മാവ് നിങ്ങളിൽ പരിവർത്തിക്കുന്നതാണ്. ദൈവമാണ് തിരുവള്ളമുണ്ടായി നിങ്ങളിൽ ചെയ്യുന്നത്. അത് പരിശുദ്ധാത്മാവിന്റെ ഇടപെടലാണ്. അതിന് ഇന്ന് പകൽക്കാലം നാം ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ നിങ്ങളിൽ ഒരു നല്ല പ്രവൃത്തി ആരംഭിക്കുവാൻ കർത്താവ് ശക്തനാണ്. ഇവിടെ യൗവനക്കാരനായ ചെറുപ്പക്കാരന് അവന്റെ സമ്പത്തും വേണം, അതോടുകൂടി ദൈവരാജ്യവും വേണം. ഒരിക്കലും രണ്ടുകൂടെ നേടുവാൻ സാധ്യമല്ല. ഒന്നുകിൽ ദൈവം അല്ലെങ്കിൽ മാമോൻ. പ്രിയമുള്ളവരെ, നാം ഏത് തെരഞ്ഞെടുക്കും? ഇവിടെ സമ്പത്തുള്ള ഈ ചെറുപ്പക്കാരൻ ദൈവരാജ്യ നിമിത്തം, ക്രിസ്തു നിമിത്തം എന്തെല്ലാം ഈ ഭൂമിയിലെ അവന്റെ നിക്ഷേപങ്ങളും സ്വത്തുക്കളും ലാഭങ്ങളും വിട്ടുകളയുമോ അതിനെ 100 മടങ്ങ് അവൻ പ്രവേശിക്കുന്ന ദൈവരാജ്യത്തിലുണ്ട്. ചുരുക്കം പറഞ്ഞാൽ അവന്റെ ഭൗതിക സമ്പത്തോടുകൂടി അവൻ നശിച്ചു പോയി. ദൈവരാജ്യത്തിലെ നന്മ അനുഗ്രഹങ്ങൾ കാണുവാൻ, അനുഭവിക്കുവാൻ അവന് കഴിഞ്ഞില്ല. അതുകൊണ്ട് ചോയ്സ് നിങ്ങളുടേതാണ്, തെരഞ്ഞെടുപ്പ് നിങ്ങളുടേതാണ്. നിങ്ങൾക്ക് ആരെയും വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. അതുകൊണ്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ, ഏൽപ്പിച്ചു കൊടുക്കുവാൻ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ജീവിക്കുന്നെങ്കിൽ കർത്താവിന് അസാധ്യമായത് ഒന്നുമില്ല. ആ ദൈവം നിങ്ങളിൽ കൂടി വലിയ ചെയ്യുവാൻ കർത്താവ് ശക്തനാണ്. അതുകൊണ്ട് ഈ ദൂത് ഇങ്ങനെ അവസാനിപ്പിക്കട്ടെ. ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി ഇന്നും പ്രവർത്തിക്കുവാൻ കർത്താവ് ശക്തനാണ്. നമുക്ക് ദൈവപ്രവൃത്തിയിൽ വിശ്വസിക്കാം. ഗോഡ് ബ്ലെസ് യു.